മാതൃത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളുടെയും കലവറയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തെപ്പറ്റി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞു. എല്ലാ അമ്മമാരുടെയും സ്നേഹം ഒരു ഹൃദയത്തിൽ ചേർത്ത് വച്ചാലും അത് തൻ്റെ മക്കളോടുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തോളം ആവില്ല. എന്തെന്നാൽ ലോകം മുഴുവനുമായി കാൽവരിയിലെ ബലിവേദിയിൽ തൻ്റെ ഏകമകൻ്റെ ബലിയർപ്പണത്തിൽ പൂർണ്ണ മനസ്സോടെ സഹകരിച്ച ആ അമ്മ ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കാൻ സന്നദ്ധയായത് മാനവരാശി മുഴുവനെയും തൻ്റെ മാതൃകണ്ണുകളിലൂടെ ദർശിച്ചുകൊണ്ടായിരുന്നു. ദൈവപുത്രനെ മാംസം ധരിച്ച ആ അമ്മയുടെ ഹൃദയത്തോളം കർത്താവുമായി ഐക്യപ്പെട്ട മറ്റൊരു ഹൃദയം ഇല്ല. കർത്താവിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റവും അടുത്തറിഞ്ഞ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മാതൃതണൽ നമുക്ക് എത്രയും സുരക്ഷിത സങ്കേതമാണ്. ആ ഹൃദയത്തിൽ വിശ്രമിച്ചാൽ കാലിടറാൻ നമ്മുടെ അമ്മ അനുവദിക്കുകയില്ല. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് അമ്മയുടെ ഹൃദയത്തിലൂടെ നമുക്ക് പ്രവേശിക്കാനാകും എന്നത് സുനിശ്ചയം. പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയം മക്കൾക്ക് സുരക്ഷിത സങ്കേതം. ദുഷ്ടപിശാചു ഭയക്കുന്ന ആ വിമല ഹൃദയത്തിൽ താവളം കണ്ടെത്തുന്നവർ ഭാഗ്യമുള്ളവർ. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിനൊരുക്കമായി ഷെക്കീന ന്യൂസിൽ ഫാദർ ഷാർലോ ഏഴാനിക്കാട്ട് CST നയിക്കുന്ന 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്കം. സമ്പൂർണ്ണ മരിയൻ സമർപ്പണത്തിനായി ദൈവജനത്തെ ഒരുക്കുന്ന പ്രത്യേക ശുശ്രൂഷ ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 8 വരെ രാത്രി 9 മുതൽ 10 വരെ. പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുവിന്റെ തിരുഹൃദയത്തിന് അനുരൂപരായി രൂപാന്തരപ്പെടാം. തുടർന്ന് പരിശുദ്ധയമ്മയുടെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 വിമല ഹൃദയ പ്രതിഷ്ഠ. ഷെക്കീന ന്യൂസ് ഒരുക്കുന്ന ഈ അതിവിശിഷ്ട ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദിവ്യസുതൻ നമുക്ക് തന്ന സമ്മാനമായ അമ്മയുടെ പൊന്നു മക്കളായി സ്വർഗത്തെ സന്തോഷിപ്പിക്കാം.